നമുക്കൊരു വെണ്ടയ്ക്ക മുപ്പാസ് ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി വെണ്ടയ്ക്ക എണ്ണയിലേക്ക് വഴറ്റിയെടുത്തതിന് ശേഷം എണ്ണയിലേക്ക് കടുക് പൊട്ടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ടൊന്ന് വാടിയതിന് ശേഷം നമുക്ക് ഒരു സവാള അരിഞ്ഞ് ചേർക്കാം, 2 പച്ചമുളക്, 2 കറിവേപ്പില. ശേഷം വാടിയ വെണ്ടയ്ക്ക അതിലേക്ക് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് പെരിഞ്ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് ചേർക്കാം. അതിനുശേഷം തേങ്ങ അരപ്പോ തേങ്ങാപ്പാലോ ചേർക്കാം. അതിനുശേഷം ഒന്ന് തിളപ്പിച്ചിറക്കുക. നമ്മുടെ വെണ്ടയ്ക്ക മപ്പാസ് റെഡി. നമുക്കൊരു വെണ്ടയ്ക്ക മുപ്പാസ് ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി വെണ്ടയ്ക്ക എണ്ണയിലേക്ക് വഴറ്റിയെടുത്തതിന് ശേഷം എണ്ണയിലേക്ക് കടുക് പൊട്ടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ടൊന്ന് വാടിയതിന് ശേഷം നമുക്ക് ഒരു സവാള അരിഞ്ഞ് ചേർക്കാം, 2 പച്ചമുളക്, 2 കറിവേപ്പില. ശേഷം വാടിയ വെണ്ടയ്ക്ക അതിലേക്ക് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് പെരിഞ്ജീരകം,